എന്നാൽ നിങ്ങൾ പോക്കോണ്ടല്ലോ പറഞ്ഞു വരുമ്പോഴത്തേനും ഞങ്ങൾ ഞാൻ കാപ്പ് കുടിച്ചിട്ടാണ്. പറഞ്ഞോ ഞങ്ങൾ നാത്തൂമാരാണെന്ന്? പറഞ്ഞോ? കുറച്ച് പറയണം, കുറച്ച് പറയണം. അച്ഛൻ്റെ അനിയത്തിയാന്ന് പറ. 15 വയസ്സും ഉള്ളപ്പോ തൊട്ട് കൂടിയിട്ടേ ഇപ്പം വയസ്സ് 78 79 അല്ല 69. ഒത്തിരി കയറ്റി പറയാതമ്മേ. 60 60 70 അല്ല കേട്ടോ. ഒരു നാത്തൂന് ചിറ്റയെ കണ്ടിട്ടുണ്ടല്ലോ, പാലക്കാട്ട് പോയ വീഡിയോക്കകത്ത് ചിറ്റയുണ്ട് കേട്ടോ. ആ കേറിക്കോ. വെള്ളം എപ്പോഴും നിർത്തി വെക്കരുത്. നാത്തൂനും കൂടെ അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത വേളിയുടെ സമയമായി. അപ്പോൾ വേളിക്ക് തലേ ദിവസമുള്ള അയിനിയൂണും അന്നത്തെ ദിവസത്തെ കുറേ വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചി ഇതാണ്ട് ഈ ഇരിക്കുന്ന നീല ബ്ലൗസ് ഇട്ട് എൻ്റെ അമ്മയോട് വർത്തമാനം പറയുന്ന അച്ഛൻ്റെ മൂത്ത ചേച്ചി ഞങ്ങളുടെ പേരമ്മ. അപ്പം പേരമ്മയുടെ മകൻ്റെ വേളിയാണ്. 83 വയസ്സുണ്ട് എൻ്റെ പേരമ്മയ്ക്ക് കേട്ടോ. പേരമ്മയ്ക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, പക്ഷേ ഞങ്ങൾ കുറേ പേരെയൊക്കെ അറിയാം കേട്ടോ, ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പം നാത്തൂനെ അമ്മ എന്ന് പറഞ്ഞാൽ പേരമ്മയ്ക്ക് നാത്തൂനല്ല, സ്വന്തം അനിയത്തി തന്നെ അടുത്തിരിക്കുന്നത് പേരമ്മയുടെ അനിയത്തി. അപ്പോൾ അവർ മൂന്നുപേരോട് അവിടെ ഇരുന്ന് വർത്താനം പറച്ചിലാണ്. ഇത് പെരമയുടെ മൂത്തമോൻ, ഈ പേരപ്പൻ നമ്മുടെ കണ്ണൻ്റെ മുത്തശ്ശനാത്, കണ്ണൻ്റെ കൊച്ചുമുത്തശ്ശൻ്റെ മോൻ്റെ വേളിയുടെ വീഡിയോകളാണ്. അപ്പോൾ വേളി വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അയിനിയൂണിൻ്റെ വീഡിയോ. ഇത് പയ്യൻ്റെ ചിറ്റ, എൻ്റെ ചേച്ചി, ഞങ്ങളുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണേ. അപ്പോൾ നമ്മുടെ ചടങ്ങുകളെല്ലാം തുടങ്ങുന്നു. നിറപറയും നിലവിളക്കും അഷ്ടമംഗല്യം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയിനിയൂണിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് പയ്യൻ്റെ ചിറ്റയുടെ മക്കളാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളാണ് കേട്ടോ. പേരമ്മയും അമ്മയും കൂടി ഇരുന്ന് വർത്താനം പറയുകയാണേ. പേരമ്മയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് സ്വന്തം ചേച്ചി തന്നെയായിരുന്നു പേരമ്മ. അങ്ങനെ അതിനുവേണ്ടി അപ്പോൾ അവരോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങുന്നതാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. ഇത് പയ്യൻ്റെ അമ്മാത്തെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ കേട്ടോ. മുത്തശ്ശിക്കുണ്ട് നല്ല പ്രായം. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബിന്ദുവൊക്കെ ആയിട്ട് ഒന്നിച്ച് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവൾക്ക് വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നുകൊണ്ട് താമസിച്ചേ വരൂ. അങ്ങനെ ഞാനിവരെയും കൊണ്ട് നേരത്തെ വന്നു. ഇത് 2 കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുക്കാൻ ചെന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോ എടുപ്പ് കണ്ടപ്പോഴേ അവർ ഡാൻസ് മതിയാക്കിപ്പോയി. ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ചിറ്റ 2 ദിവസം മുമ്പേ കോട്ടയത്തുനിന്ന് വന്നത്. ഞാൻ അവരെയും കൊണ്ട് അപ്പോൾ ബിന്ദുവിൻ്റെ കൂടെ ഒന്നിച്ച് വന്നാൽ ഇവർക്ക് പിന്നെ വർത്താനം പറയാനൊന്നും സമയം കിട്ടത്തില്ല. ഇവർക്ക് ഒരുപാട് നാളത്തെ കാര്യങ്ങൾ പറയാനില്ലേ. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇങ്ങ് പോന്നു. അങ്ങനെ ഞാൻ പേരമ്മയുടെയും അമ്മയുടെയും ചിറ്റയുടെയും ഒക്കെ കൂടി ഇരുന്ന് കണ്ടോ, വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ വീഡിയോ എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ചടങ്ങൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുപ്പും കുറേ കാര്യം പറച്ചിലും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്നു. പേരമ്മയായിട്ട് എത്ര നേരം ഇരുന്നാലും വർത്താനം പറഞ്ഞാലും ഒന്നും എനിക്ക് മതിയാവത്തില്ല കേട്ടോ. കൊച്ചിലെ ഞങ്ങളെയൊക്കെ നോക്കുകയും എന്നെയാണ് അവധിയായ അന്നേരം ഞാൻ പേരമ്മയുടെ വീട്ടിലോട്ട് പോകും. പള്ളിപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ് പേരമ്മ ആദ്യം താമസിച്ചിരുന്നത്. അങ്ങനെ പേരമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഊണിൻ്റെ എന്തായി എന്നറിയാം അവിടെ പോയി വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിമാർ, നമ്മുടെ വർമ്മ കാറ്ററിംഗ് സർവീസ് ചേച്ചിമാരാണേ. അപ്പം ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അവരാദ്യം പേടിച്ചു പോയി കേട്ടോ. അവരൊന്ന് ചോദിച്ചു എന്തിനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനലുണ്ട്, അപ്പോൾ അതിനകത്ത് നിങ്ങളിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളിങ്ങനെ കിടന്ന് നല്ല സ്മാർട്ട് ചേച്ചിമാരാണേ, അപ്പം അത് അങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. എന്നാൽ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഏത് ചാനലാണെന്നൊക്കെ ചോദിച്ചാൽ അവർ ഇങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ചെയ്തില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ അവർ കണ്ടോ ഡെസ്കൊക്കെ പിടിച്ച് അവർ എന്നോട് കാര്യം ചോദിക്കുന്നുമുണ്ട്, അതിനിടയ്ക്ക് അവർ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ. അങ്ങനെ അവരുടെ അടുത്ത വിളമ്പിന് വേണ്ടി വീഡിയോ എടുക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകും. 3500 പേര് ഉള്ള വലിയ സദ്യയാണ്. അപ്പം അതിന് വരുന്നെങ്കിൽ വാ. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ വിളിച്ചാൽ പോരെ. ഞങ്ങൾ വിളിച്ചു, കല്യാണത്തിന് വേണ്ട, ഞങ്ങളുടെ അടുത്തോട്ട് പോരെ, നേരെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അവരുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ പോകുന്നുണ്ട് അവരുടെ അടുത്ത കഷ്ടപ്പാടിൻ്റെ വീഡിയോ എടുക്കാൻ. കണ്ടോ
അവർ അങ്ങനെ ഓരോ ജോലിയായിട്ട് കാര്യം ഊണ് സമയം ആവാറായി. അപ്പോൾ എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് വിളമ്പുന്നതിന് സൗകര്യമായിട്ട് എടുത്ത് വെക്കണം. പിന്നെ ഊണിന് കൊടുക്കാനായിട്ട് വേറെ പാത്രത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ മാറ്റണമായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി. പിന്നെ ഇല എടുത്ത് വയ്ക്കുന്നു, ടേബിൾ എല്ലാം റെഡിയാക്കുന്നു, ഡെസ്ക് പിടിച്ചിടുന്നു, ഫാൻ നേരെ വയ്ക്കുന്നു, എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വയ്ക്കുന്നു. വേസ്റ്റ് ഇടാനായിട്ടുള്ള കവറും അതും ഇതുമൊക്കെ കൊണ്ടുവയ്ക്കണം. പിന്നെ ഗ്ലാസ് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെ ഒന്നിനും മാറ്റി നിർത്തണ്ട. വിളമ്പാണയിൽ നല്ല അടിപൊളിയാണ്, നല്ല സ്പീഡിന്, എന്നാൽ ഓവർ സ്പീഡ് ആവാതെ. നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കാണാം പരിപ്പ് കൂട്ടി തീരുന്നതിന് മുമ്പേ അടുത്ത പുളിശ്ശേരി ഇഞ്ഞു വരും. ആ പുളിശ്ശേരി കൂട്ടി ഉണ്ണുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ സാമ്പാറും വരും. എല്ലാം കൂടെ തീർന്നു. സാമ്പാർ കൂട്ടി ഉണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും പായസം അതിൻ്റെ പുറകിന് വരുന്നത്. ചിലപ്പം പായസത്തിന് സാമ്പാറിന് മുന്നേ പായസം വരുന്ന സ്ഥലങ്ങളുണ്ട്. ആൾക്കാർ സാമ്പാർ വിളമ്പാൻ വേണ്ടി കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിനകത്തോട്ട് പായസമായിരിക്കും വരുന്നത്. പിന്നെ കുഴി മൂടേണ്ടിയൊക്കെ വരും. എന്തായാലും ഇവരങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വളരെ സ്പീഡ് കുറച്ച് നല്ല പാകത്തിന് വിളമ്പി നല്ല ചേച്ചിമാരായിരുന്നു കേട്ടോ. താങ്ക് യു നിങ്ങളുടെ ആ സഹകരണത്തിന്. ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പം അവർ ആദ്യം പേടിച്ചു, എന്തിനാണോ വീഡിയോ എടുക്കുന്നതെന്ന്. കാരണം ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ മൊബൈലും ഒക്കെ കൊണ്ടുവരുന്നത് അവർ കണ്ടിട്ടില്ലായിരിക്കും, ആദ്യമായിട്ടായിരിക്കും. എനിക്കിപ്പോൾ സ്ഥിരം പരിപാടി ഇതാണല്ലോ, ക്യാമറക്കാർ, വിളമ്പുകാർ. കണ്ടോ ഗൈസ്, അവരുടെ അടുത്ത സദ്യക്ക് അവരെന്നെ ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കഷ്ടപ്പാടെടുക്കാനാണ് ഞാൻ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. എന്താണ് വ്യത്യസ്തത കിട്ടുന്നതെന്നാണ് ഞാൻ നോക്കി നടക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ സമയം അവരുടെ വീഡിയോ എടുത്തു. അവരുടെ എല്ലാ അടുക്കിപ്പെറുക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അകത്തോട്ട് വന്നു. കണ്ടേ, ഇതാണ് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയും, ഇത് നമ്മുടെ മാളുവിൻ്റെ മുത്തശ്ശൻ, എൻ്റെ അപ്പൻ, പിന്നെ അമ്മ, ചിറ്റ, പേരമ്മ. ഇങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ പേരമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പേരമ്മയുടെ കുഞ്ഞനിയനാണെന്നും പറഞ്ഞ് അപ്പം വന്ന ഉടനെ എന്നെ പേരമ്മ കെട്ടി അങ്ങ് പിടിച്ചു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്തായതുകൊണ്ട് എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ മാളുകുട്ടിയെ കൊണ്ട് കാണിക്കുക. കണ്ടോ, അവളങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തവർ ജയിലാത്തവരുടെ ഒന്നും പോകത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ അവിടെ സ്വഭാവമൊക്കെ. അങ്ങനെ കണ്ടോ, അവളവിടെ അച്ഛമ്മയുടെ കയ്യിൽ ഇരുന്ന് മുത്തശ്ശിയെ കണ്ടു. അപ്പോഴത്തേക്ക് പിന്നെ പേരമ്മ അടുക്കള വിഷ്ണു എന്തി അവൻ വന്നില്ലയോ എന്ന് ചോദിച്ചു. അങ്ങനെ അവനെയും വിളിച്ച് കാണിച്ചു. അങ്ങനെ അനിയത്തിയോട് വയസ്സിൻ്റെ കാര്യമൊക്കെ പറയാം. പേരമ്മ എല്ലാവരുടെയും വയസ്സൊക്കെ കൃത്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ചിറ്റയ്ക്ക് അതിശയം. അപ്പോൾ ഇനിയും ചടങ്ങുകളൊക്കെ തുടങ്ങുവാണ്. പയ്യൻ്റെ അച്ഛനും അമ്മയും കൂടെ നിലവിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞ് പയ്യൻ അവിടെ ഇരുന്ന് രണ്ട് സൈഡിലും കുട്ടികളൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ഐനിയൂണ്. അപ്പം നമ്മുടെ സന്ദീപാണ് ഇന്നത്തെ വരൻ. അപ്പം ഞാൻ വേളിയുടെ പൂർണ്ണമായിട്ടുള്ള വിശദീകരണങ്ങളും മുഴുവനായിട്ടുള്ള വേളിയുടെ വീഡിയോകളുമൊക്കെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ചടങ്ങുകൾ മാത്രം. ഐനിയൂണ്, പിന്നെ നമസ്കാരം, ഇങ്ങനെയുള്ള ചടങ്ങുകളും അന്നത്തെ ദിവസത്തെ കുറേ വിശേഷങ്ങളും സദ്യയും ഒക്കെയാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. Boleh kok,
ഈ അയിനിയൂണ എന്ന് പറയുന്നത് വേളിയുടെ തലേദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വരൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് വലിയ ചടങ്ങുകളൊന്നും ഇല്ല കേട്ടോ. ഈ വരനെ ഇരുത്തി അപ്പുറത്തും രണ്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി നിറവറയും നിലവിളക്കും അഷ്ടമംഗല്യമൊക്കെ വെച്ചിട്ട് ആദ്യം അമ്മ ചോറ് വിളമ്പി കൊടുക്കണം. പിന്നെ എല്ലാവർക്കും വിളമ്പാം. അമ്മായിമാർ, ചുറ്റന്മാർ, പേരമ്മമാർ, ചേച്ചിമാർ, ചേട്ടത്തിമാർ, ഇങ്ങനെ എല്ലാവരും ചോറ് വിളമ്പി കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞുള്ളതാണ് നമസ്കാരം. നമ്മളെ കട്ടി മുതിർന്ന് നമ്മൾ ബഹുമാനിക്കേണ്ട എല്ലാവരെയും, നമ്മുടെ ബന്ധുജനങ്ങളായിട്ടുള്ളവരെ, നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരെയും നമ്മളിതുപോലെ നമസ്കരിക്കുന്നു. അങ്ങനെയാണ് നമസ്കാരം. അപ്പം വരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ രണ്ട് ചടങ്ങുകളോടെ ചടങ്ങൊക്കെ കഴിയും. പിന്നെ ഓരോ ദേശത്തും ഓരോ തരത്തിലുള്ള ചടങ്ങുകളാണ്. ചിലടത്ത് വധുവിനെ തേപ്പിക്കുന്നത് പോലെ വരനെ എണ്ണ തേപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഈ അയിനിയൂണും നമസ്കാരവും മാത്രമേ വരൻ്റെ ഭാഗത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷേ വധുവിൻ്റെ ആണെങ്കിൽ ധാരാളം ചടങ്ങുകളൊന്നുണ്ട്. മൈലാഞ്ചിടിയിലുണ്ട്, 1000 തിരി തെറുക്കുന്നതുണ്ട്, മലര് വറക്കണം, തിരുവാതിരകളി, പിന്നെ അയിനിയൂണ്, ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ. ശരിക്കും തിരക്ക് പിടിച്ച ഒരു ദിവസമായിരിക്കും. വധുവിൻ്റെ വീട്ടിൽ രാവിലെ മുതൽ തന്നെ തുടങ്ങുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അവിടെയുണ്ട് ഇതുപോലെ. അതും ഇതേപോലെയാണ്. ഓരോ ദേശത്ത് ഓരോ ചടങ്ങുകളാണ്. എണ്ണ തേപ്പിക്കലും കുളിക്കാൻ പോകലും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു ദേശത്ത് കുറച്ച് ചടങ്ങുകൾ കുറവാണെന്ന് തോന്നുന്നു. കാര്യം എണ്ണ തേപ്പിക്കലൊന്നും അങ്ങനെ എല്ലായിടവും കണ്ടിട്ടില്ല. ചില മഠങ്ങളിലൊക്കെ കാണാറുണ്ട് എണ്ണ തേപ്പിക്കലൊക്കെ. ഏതായാലും വധുവിൻ്റെ വീട്ടിലുള്ള അത്രയും ചടങ്ങുകൾ വരന് തലേ ദിവസം ഇല്ല.
അതുകൊണ്ട് തന്നെ വരൻ്റെ ചടങ്ങുകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെയും ഊണും കഴിഞ്ഞു. അപ്പോൾ ഇനി പിറ്റേ ദിവസത്തെ വേളിക്കുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും അതിന് വേണ്ടുന്ന സാധനങ്ങൾ അടുപ്പിച്ച് വെക്കലും ഒക്കെയാണ്. അപ്പോൾ ഇനിയും വേളിയിടത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ വേളി നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ സ്വന്തം ദുർഗ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്, കുന്നത്തൂർ ദുർഗ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ധാരാളം ഫോട്ടോസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം അവസരങ്ങളൊക്കെ കൂടുതലും ഞങ്ങൾ പ്രയോജനപ്പെടുത്തും കേട്ടോ. കാര്യം നമ്മളിങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ ഉള്ളൂ എല്ലാ ബന്ധുക്കളെയും ഒന്ന് കാണുന്നതും അവരുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതും ഒക്കെ. അല്ലാതെ എല്ലാവരും ഓരോ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും, ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാട്സപ്പ് വഴിയൊക്കെ അല്ലേ അറിയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞു കണ്ടോ. ഇനി പിറ്റേ ദിവസം വേളിയുടെ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണണേ. കാരണം ഞങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട്, ഞാനും ബിന്ദുവും രാജിയും നമ്മുടെ മഞ്ജുഷയും എല്ലാവരും നല്ല അടിപൊളിയായിട്ട്, അനിയത്തിയും എല്ലാവരും അടിപൊളിയായിട്ട് നല്ല ഒരേപോലത്തെ സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരികളായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാളുക്കുട്ടിയൊക്കെ ഉണ്ടോ. അപ്പോൾ മാളുക്കുട്ടിയുടെ വേളിയുടെ അന്നത്തെ ഡ്രസ്സ് അവിടെ അമ്മ ഞങ്ങളെപ്പോലും കാണിക്കാതെ ഭയങ്കര സർപ്രൈസായിട്ട് വെച്ചിരുന്ന. ശരിക്കും ഞങ്ങൾ സർപ്രൈസായി കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് ഞങ്ങളുടെ കൊച്ചു വന്നത്. മാളൂനിങ്ങനെ എവിടെയെങ്കിലും ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് മാളൂനിങ്ങനെ ആരും വലിയ ബഹളമൊന്നും പിടിപ്പിക്കാതെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. അങ്ങനെ പേരപ്പൻ്റെയും മുത്തശ്ശൻ്റെയൊക്കെ സംരക്ഷണത്തിൽ അങ്ങനെ ഇരിക്കുക, ഇരുന്ന് കാറ്റ് കൊള്ളുക മാളും. നമ്മുടെ ദേവൻകുട്ടൻ വലിയ ആളായിട്ട് അച്ഛൻ്റെ കയറിയിരിക്കുന്നത്. അവനെ ആരും ഇളക്കാതിരുന്നാൽ മതി, അവന് വഴക്കൊന്നുമില്ല. അവൻ അച്ഛൻ്റെ തന്നെ ഇരുന്നാൽ അവനൊരു വഴക്കുമില്ല. കണ്ട ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ നമുക്ക് സന്ദീപിൻ്റെയും അശ്വിനിയുടെയും വേളി വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.